ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ് ആണ് അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എ എക്സ് പ്ലസ് ബി, നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നോക്കുക, ഈ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2. പിന്നെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതണം, എ എസ് പ്ലസ് ബി അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, റൂട്ടിൻ്റെ 1/2 റൂട്ട് ഈ എ എക്സ് പ്ലസ് ബി അങ്ങനെ തന്നെ എഴുതണം. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നാ എ പ്ലസ് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്നാ 0. കാരണം എന്താ, നമുക്കറിയാം ഒരു വേരിയബിളിൻ്റെ കൂടെ ഒരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ വന്നാൽ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ ഈ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, എ വരും. അവിടെ എ കോൺസ്റ്റൻ്റ് ആണ്, എക്സ് വേരിയബിളാണ്. പക്ഷെ ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഓൾറെഡി എന്തായി പോകും, 0 ആയി പോകും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ y = √5x + 2 എന്ന് വെച്ചു. എന്തായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞു നോക്കിക്കേ. dy ബൈ ഡി എക്സ് ഈ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമ്മളിവിടെ ഇറക്കി എഴുതണം, 5x + 2. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും, ഈ 5xൻ്റെ ഡെറിവേറ്റീവ് 5, 2ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ y √1 - s². നമുക്കറിയാം അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ്. റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്നാ 1/2 √1 - s². കാരണം ആ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ എന്താണോ, റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ ഇതുണ്ടോ ഇവിടെ എക്സ് അല്ലേ വന്നേക്കണേ, അതുപോലെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന എന്താ, ആ 1 - s² അങ്ങനെ തന്നെ എഴുതണം. പിന്നെ ഏതിൻ്റെ ഡെറിവേറ്റീവാണ്, ഈ 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ നമ്മൾ പഠിച്ചേക്കണം, 0 ആണ്. ദെൻ s² ഡെറിവേറ്റീവ് എന്താ, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് അവിടെ, 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയി, അത് എഴുതേണ്ട ആവശ്യമില്ല. ഈ s² ഡെറിവേറ്റീവ് എന്ത് വരും, -2x. ആൻസറായി. ദെൻ അടുത്ത് നോക്കാം നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ. y √1 + s². dy ബൈ ഡി എക്സ് ആദ്യം ഫസ്റ്റ് ഏതിൻ്റെ ഡെറിവേറ്റീവ്, റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ 1/2 റൂട്ട് ഏത് വരും, ഈ 1 + s² അങ്ങനെ തന്നെ വരും, 1 + s². പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0 അല്ലേ. അപ്പോൾ ഏതോടെ വരും, ഈ s²ൻ്റെ ഡെറിവേറ്റീവ്. s²ൻ്റെ ഡെറിവേറ്റീവ് എന്നാ മക്കളെ, 2x. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് അത് അവിടെ എഴുതണ്ട. അങ്ങനെ എഴുതിയാൽ എന്താ കുഴപ്പം പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ അറിയാതെ ബ്രാക്കറ്റ് ഇടില്ല, അപ്പോൾ ആ ടേം മൊത്തം 0 ആയി പോകും. അതുകൊണ്ട് നമ്മൾ അത് എഴുതാതിരിക്കുക, അതാണ് നമുക്ക് എപ്പോഴും ഉത്തമം. y √tan x. നമുക്കറിയാം റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/2 റൂട്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെഴുതും, dy ബൈ ഡി എക്സ് 1/2 റൂട്ട്. അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ ഏതാ, tan x. അപ്പോൾ നമ്മൾ ആ tan x അങ്ങനെ തന്നെ എഴുതും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ആ tan xൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. അതെന്താ, ദാറ്റ് ഈസ് c²x. ആൻസറായി കഴിഞ്ഞു. ദെൻ 6th ക്വസ്റ്റ്യൻ നോക്കാം. y √e⁻s². ആദ്യം എന്തിൻ്റെ ഡെറിവേറ്റീവാണ്, dy ബൈ ഡി എക്സ് റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/2 റൂട്ട് എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ ഏതാ അവിടെ, e⁻s² അല്ലേ. അപ്പോൾ e⁻s² എഴുതി. പിന്നെ തീർന്നോ, ഇല്ല. എന്തിൻ്റെ ഡെറിവേറ്റീവ്, ഈ e⁻s²ൻ്റെ ഡെറിവേറ്റീവ് e⁻s².
തീർന്നോ? ഇല്ല. കാരണം എന്താ? ഈ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. പക്ഷേ ആ ഈയുടെ പവർ കിടക്കുന്ന എക്സ് അല്ല, മറിച്ച് എസ് സ്ക്വയറാണ്. അപ്പം നമ്മൾ ഏതിൻ്റെ ഡെറിവേറ്റീവോടെ എടുക്കണം? ഈ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എടുക്കണം. അതായത് ഒരു ചെയിനോടെ അവിടെ കയറി വന്നു, അത്രയേ ഉള്ളൂ. ദെൻ 7th ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു റൂട്ട് log x. അപ്പോൾ dy ബൈ dx ഈക്വൽ ടു, ഫസ്റ്റ് ഏതിൻ്റെ ഡെറിവേറ്റീവ്? റൂട്ടിൻ്റെ ഡെറിവേറ്റീവ്. റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് തന്നെ വരും 1/2 റൂട്ട് log x അല്ലേ? എക്സിൻ്റെ സ്ഥാനത്തുള്ളത് അങ്ങനെ തന്നെ കൊടുത്തു. ഇനി എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അവിടെ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ log xൻ്റെ ഡെറിവേറ്റീവോടെ വരും അല്ലേ? അതെന്താ? 1/x. ആൻസർ ആയി. ക്ലിയർ ആയല്ലോ?